നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുതരം റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, അത് ഏത് തരത്തിലാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ജനറൽ റീഡിംഗ് കണ്ടിട്ട് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണിത്. 1, 2, 3. അടുത്ത സിറ്റുവേഷൻ, അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്നത് കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. പിന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ അവർ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അവരോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോഴത്തെ, അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നോക്കും. പിന്നെ ഇത് എങ്ങോട്ടാണ് റിലേഷൻഷിപ്പ്, എങ്ങോട്ടാണ് പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നീളമുള്ള റീഡിംഗ് ആയിരിക്കും, കുഴപ്പമില്ല. അപ്പോൾ നോക്കുക ഏത് കാർഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇത് രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഇത് ഒന്നാമത്തെ കാർഡ്. ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് ഈ കാർഡ് പറയുന്നത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനേ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഒരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്, മൗണ്ടൻസ്. ഒരു പ്രാവശ്യം കൂടെ ഷഫിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നും വന്നില്ല. അപ്പോൾ ഈ കാർഡാണ് നിങ്ങൾ കാണേണ്ടത്. ഇത് മൗണ്ടൻസ് ആണ്, പർവ്വതങ്ങൾ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, പർവ്വതങ്ങളെ പോലെ എന്തിനേയും പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി നിങ്ങൾ നേടിയെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവാം. അപ്പോൾ അതൊരു കൂസലില്ലാതെ വളരെ നെഞ്ചുറപ്പോടെ അതിനെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ ധൈര്യം സംഭരിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി? ഓക്കെ, 5 ഓഫ് സ്വേർഡ്സ് ആണ്. 5 ഓഫ് സ്വേർഡ്സ് റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. പ്രത്യക്ഷമായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ മീൻസ് അത് നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് കാണാനുണ്ടാവില്ല, പക്ഷെ അത് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു എനർജി അവിടെ ഉള്ളതായിട്ട്. 5 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ, റിലേഷൻഷിപ്പിലുള്ളവർക്ക് അവരർഹിക്കുന്ന റെസ്പെക്റ്റ് കൊടുക്കാതെ അവരെ എപ്പോഴും ഇടിച്ച് താഴ്ത്തി സംസാരിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊരു ഗോളില്ല, ഒരു ഒരുമയില്ല. ഞാൻ എപ്പോഴും മുമ്പിൽ, ഞാനായിരിക്കണം എല്ലാത്തിലും മുൻപിൽ എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവണം, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ. ഇത് ചിലപ്പോൾ കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, വെറും ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേഷൻ ആയിരിക്കാം, എന്താണെങ്കിലും നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ മറ്റേ ആളെ എങ്ങനെയെങ്കിലും തറ പറ്റിച്ചിട്ട് എനിക്ക് വേണം, അയാൾക്കുള്ളതെല്ലാം എനിക്ക് നേടിയെടുക്കണം, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന അറ്റൻഷൻ എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് അക്വേറിയസ്, ലീബ്ര, ജെമിനി. പക്ഷേ ഇതൊരു അറിവില്ലായ്മ അല്ലെങ്കിൽ ഒരു വിവരമില്ലായ്മയാണെന്നേ പറയുള്ളൂ. എന്ന് വെച്ചാൽ ഓരോരുത്തർ അർഹിക്കുന്നതാണ് അവർക്ക് കിട്ടുക.
അല്ലേ? അപ്പം മറ്റുള്ള ഒരാൾക്ക് കിട്ടുന്ന കാര്യം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അർഹത നേടിയെടുക്കണം, അല്ലേ? മറ്റുള്ളവരെ തട്ടിപ്പറിച്ചിട്ട് കാര്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാത്ത ഒരു എനർജി, അസൂയുള്ളൊരു എനർജി, കുശുമ്പും അസൂയയുമുള്ള ഒരു എനർജി, മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന ഒരു എനർജിയാണിത്. ഓക്കെ, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിൽ, വേറെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുക, അതൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, 6 ഓഫ് സ്വേർഡ്സും ടെമ്പറൻസും റിവേഴ്സുമാണ്. ഇതൊരു എക്സ്ട്രീം കഴിഞ്ഞു. ഈ റിലേഷൻഷിപ്പ് അത്ര ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. പുറമേ ആൾക്കാർ കാണുമ്പോൾ വളരെ നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് തോന്നും, എങ്കിലും അതിൻ്റെ ഉള്ളിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മുമ്പോട്ട് പോകണം. എനിക്കിത് ഒന്നില്ലെങ്കിൽ ഈ സിറ്റുവേഷൻ മാറണം ഈ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എനിക്ക് മാറണം എന്നൊരു ചിന്തയുള്ള ആരോ ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല, എക്സ്ട്രീമിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഈ റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ് ഇത് രണ്ടും, അക്വാരിയസ്, ലിബ്ര, ജെമിനി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഭഗവാനെ അതൊരു ഭാര്യ ഭർത്ത റിലേഷൻഷിപ്പ് ആണോ? ഒരു 10 ഓഫ് പെന്റക്കിൾസ് കണ്ടുകൊണ്ട് പറഞ്ഞാണ് അതാവണം എന്നില്ല. വളരെയധികം ഇൻകം ഉള്ള ഒരു ബിസിനസ് ആവാം. അപ്പം അതിനകത്ത് രണ്ടുപേര് തമ്മിലുള്ള കോമ്പറ്റീഷൻ ആവാം. ഒരു ഷഫ്ലും കൂടി ചെയ്യാം നമുക്ക്. ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇതിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് ഒരു പ്രതീക്ഷ ഉള്ള പോലെ, ഒരു പ്രോഗ്രസ് വേണമെന്ന് വിചാരിക്കുന്ന ഒരു എനർജി. പക്ഷേ അതിൽ വേറൊരു എനർജി പറയുന്ന ഓവർ കമ്മിറ്റഡ് ആണ്. ഇവിടെ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ സിറ്റുവേഷന് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കുറേ സിറ്റുവേഷൻസ് ലൈഫിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷന് എങ്ങനെ അഭിമുഖീകരിക്കണം എന്നൊരു അന്താളിപ്പ് ഇവിടെ ആർക്കും ഒരാൾക്കുണ്ട്. മറ്റേ ആൾ ഇതൊന്നും അറിയുന്നില്ല. ആൾ വിചാരിക്കുന്ന ഇനിയും റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം. ആ ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാത്ത ഒരു എനർജിയാണ് ഇത്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണിത്. അതുപോലെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ, രണ്ടുപേര് തമ്മിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ, റിലേഷൻഷിപ്പ് ആണെങ്കിലും ആയിക്കോട്ടെ, ഒരു കാര്യം രണ്ടുപേര് തമ്മിൽ തുടങ്ങുമ്പോൾ, അണ്ടർസ്റ്റാൻഡിങ്ങിൽ തുടങ്ങുമ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതിൻ്റെ അവസാനം വരെ ഉണ്ടാവണം. അതല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനിടയിൽ ഒരാൾ പറയുന്നത് മറ്റേ ആൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. മണ്ടത്തരങ്ങളെ പറയുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു എനർജി. അതുകൊണ്ട് എനിക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണുന്നില്ല ഇവിടെ. ഇതെന്താണിത്? 3 ഓഫ് വാൻഡ്സ് ഇവിടെ വന്നേക്കുന്നത് എന്താണ്? ഞാൻ നേരെയാക്കാൻ പോവാണ്, കാരണം കൂടുതലും റിവേഴ്സ് കാർഡ്സ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പണനഷ്ടമുണ്ട്. പണനഷ്ടം റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരാൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ ഒരു എന്താ പറയുക, സിറ്റുവേഷനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ ഒരാളായിരിക്കണം. അപ്പോൾ ഒരാൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. മറ്റേ ആൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള എന്താണ് വഴി? ഇവിടെ കുറേ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുന്നുണ്ട്. ഈ സിറ്റുവേഷൻ അബാൻഡൻ ചെയ്ത് പുറത്തേക്ക് ഇതാണ് മൂവിങ് ഓൺ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അയാൾ പിടിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും റിലേഷൻഷിപ്പിൽ. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഈ പേഴ്സൺ ഇവിടെ ഉള്ളതെന്നാണ് അത് കാണിക്കുന്നത്. ആ പേഴ്സൺ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് സ്ഥലം വിടും. വേറൊരാൾ ഇവിടെ 9 ഓഫ് കപ്സ്. ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ, കാരണം നമ്മൾ അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്ന അടിച്ചമർത്താൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അതിലപ്പുറം സന്തോഷം ഈ പേഴ്സൺ ഇല്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ കൂടെയുള്ള എനർജിയോ അതോ നിങ്ങളോ ആരുടെ എനർജിയാണെന്ന് വെച്ചാൽ അതുപോലെ എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല.
ഇവിടെ ഓവർവെൽംഡ് ആണ്. ഇയാൾ ഭയങ്കരമായി അന്താളിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മനസ്സിലായി? പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് ഇവിടുത്തെ സിറ്റുവേഷനിൽ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഒരാൾ അത്ര പ്രത്യക്ഷത്തിലെ കോമ്പറ്റീഷൻ കാണിക്കുന്നില്ല, മറ്റേ ആൾ ഓപ്പൺ ആയിട്ട് ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. നിറയെ പ്രശ്നങ്ങളുണ്ട് റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ സത്യം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കള്ളത്തരം നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഈ പേഴ്സൺ കള്ളത്തരം പറയുന്നുണ്ടോ? നിങ്ങൾ ചീറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങളിന്ന് ഒളിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ? പക്ഷെ നിങ്ങൾ തുറന്ന് പറയണം, നമുക്ക് സംസാരിക്കണം ഇതിനെക്കുറിച്ചൊന്ന് പറയുമ്പോൾ മറ്റേ ആൾ ഇതിലൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പം അത് നിങ്ങൾക്ക് ഭയങ്കര പണിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ സത്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പറഞ്ഞിട്ട് ഈ സിറ്റുവേഷൻ അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു അടിയാണ് ഇവിടെ, ഭയങ്കര കോമ്പറ്റീഷനാണ്, അടിയാണ്. അത് അവസാനിപ്പിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. മറ്റേ ആൾ ഒരു തരത്തിലും അടുക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യാൻ, നിങ്ങളുടെ എനർജിയാണിത്. നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇവിടെ നിന്ന് 10 of Swords ആണ്. ഇതിനൊരു അവസാനം നിങ്ങൾ കാണണം എന്ന് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ഭയങ്കര ഇമോഷണലി സ്ട്രെസ്ഡ് ആണ് ഇവിടെ. ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, വേറെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും വന്നിട്ടില്ല. അവരുടെ ഉദ്ദേശം എന്താണ് ഇവിടെ? അവർ സ്ട്രെസ്ഡ് ആണ്. നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം? പക്ഷെ അവർ വിചാരിക്കുന്ന നിങ്ങൾ ഈ എന്താ പറയുക, ഒരു ഇൻറ്റൻഷനാണ് അവരുടെ ഉദ്ദേശം. അപ്പം നിങ്ങളുടെ ഉദ്ദേശം അവർക്ക് മനസ്സിലായി. നിങ്ങൾ ഇവരോട് സത്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് പോകണം, അതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഇവർക്ക് മനസ്സിലാവാത്തതല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ ഒരു ഗിൽറ്റ് ഉണ്ട് ഇവർക്ക് കുറച്ച്. പക്ഷെ സത്യം തുറന്നു പറയാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല, തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. സ്ട്രെസ് ഉണ്ട് ഇവർക്ക്. ഇവർ സത്യം തുറന്ന് പറഞ്ഞ് ഇവർ ആക്സെപ്റ്റ് ചെയ്യണം, ഇവർ തെറ്റ് ചെയ്തു എന്ന് ആക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റൻഷനലി ഇവർ നിങ്ങൾക്ക് മുഖം തരുന്നില്ല, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ ഒരു കുട്ടി ഉണ്ടോ? ഇവിടെ ഒരു കുട്ടിയുള്ള പോലെ, ഒരു പെൺകുട്ടി എന്തായാലും. അപ്പോൾ അതാണ് അവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത അത്രയും കാലം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കും. അപ്പോൾ അവർ നിങ്ങൾക്കൊരു ഒരു ചാൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ ഇറങ്ങി പുറപ്പെടും. അപ്പം നിങ്ങളുടെ ഈ പുറപ്പെടലിന് ഒരു ഡിലേ വരുത്തുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം കേട്ടോ. ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഉണ്ട്, ലീബ്ര ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവരോടുള്ള ഫീലിങ്സ് എന്താണ്? ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നത് ഇവർക്ക് ഫ്യൂച്ചർ, ഇവർക്ക് പണി ചെയ്യാനോ ഇവർക്ക് ഒരു പ്രോഫിറ്റ് കണ്ടെത്താനോ അവരുടേതായ കഴിവുകൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടേതായ ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് ഇവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊരു ഓഫറും തരാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇവർ സ്വഭാവം മാറാനും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ചെലവിൽ ജീവിക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവരെ കുറിച്ചിട്ട്. അപ്പം നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഒരു ഇത്തിക്കണ്ണി പോലത്തെ ഒരു ആളാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇത് നിങ്ങളുടെ കൊളീഗ് ആവാം, നിങ്ങളുടെ ഫ്രണ്ട് ആവാം, ഫാമിലി ആവാം, നിങ്ങളുടെ പേഴ്സണും ആവാം കേട്ടോ. അപ്പോൾ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, മനസ്സിലായോ? ഇപ്പോൾ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് കടം വാങ്ങിച്ചിട്ട് അടുത്ത മാസം കിട്ടുമ്പോൾ അത് അങ്ങനെ തന്നെ കൊടുത്ത് തീർക്കുന്നു. അപ്പോൾ ഒരു പ്രോഫിറ്റ് വരുന്നില്ല, ഇവിടെ സേവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ആകെ നിങ്ങൾ അതിൻ്റേതായ ഒരു ടെൻഷനാണ് നിങ്ങൾക്ക്. അപ്പോൾ പാസ്റ്റിൽ ഈ പേഴ്സൺ വളരെ നല്ലതായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ പേഴ്സൻ്റെ സ്വഭാവം ഇങ്ങനെ മാറിയത്? ഈ പേഴ്സൺ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അന്യായമായിട്ട് എന്തുകൊണ്ടാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള പാസ്റ്റ് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇട്ടെറിഞ്ഞ് പോയാൽ മതി എന്ന് വിചാരിക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ അന്യായമായിട്ട് ഈ പേഴ്സണോട് പറയാതെ പോകുന്നത് ശരിയല്ല. എന്തായാലും ഒരു ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ മ്യൂച്വൽ ഒരു സംസാരം ഉണ്ടായതിന് ശേഷം പോകാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് അബാൻഡൻ ചെയ്യാനുള്ള മെൻറ്റാലിറ്റി വരുന്നുണ്ടെങ്കിലും നിങ്ങളത് കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. അത് ഒരു ചാൻസ് കൊടുക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം. ഈ പേഴ്സൺ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് അയാൾ എങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഈ സ്ത്രീ എങ്ങനെ പെരുമാറുന്നത് അറിയാനുള്ള
ഒരാഗ്രഹം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ ലീബ്രയും ലിയോ ആണ് വന്നേക്കുന്നത്. ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? എംപ്രസ്, നിങ്ങളൊരു എംപ്രസ് ആയിട്ടാണ് കാണുന്നത്. പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യം തുടങ്ങിയ ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ് സിറ്റുവേഷനിൽ. ആ പേഴ്സൺ വിചാരിച്ച പോലെ തന്നെയുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ആ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ആരുമില്ലാത്ത പോലെ ആയി പോകും. പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ്. ആ പൂച്ചകൾ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കണ്ടവന്മാർ. അപ്പോൾ ഇവിടെ ടോറസ്, ലീബ്ര, അതുപോലെ തന്നെ ലിയോ ആണ് കാണിക്കുന്നത്. ഈ റീഡിങ് മൊത്തത്തിൽ ലിയോയും ലീബ്രയുമാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എംപ്രസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളാണ് ഇതിൻ്റെ നെടും തൂണ് എന്നാണ് പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിൻ്റെയുള്ള കേപ്പബിലിറ്റി തന്നെത്താനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. പക്ഷേ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക്, ഇവിടെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ? അല്ല, സിറ്റുവേഷൻ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആരെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചായുമല്ലോ. അപ്പം അങ്ങനെ, കാരണം ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട് ഈ പേഴ്സണ്. എന്നാലും നിങ്ങളെ അവരൊരു വളരെ കഴിവുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ പേഴ്സൺ റെഡി അല്ല കേട്ടോ. റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഇതൊരു ബിസിനസ്, 10 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത് ഒരു നല്ല കെട്ടുറപ്പുള്ള ഒരു വിവാഹ ജീവിതമാവാം, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ആവാം. ഓക്കെ, എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഇവിടെ എംപററും കിങ് ഓഫ് സ്വേർഡ്സും റിവേഴ്സുമാണ് വരുന്നത്. ഒരാൾ ഇവിടെ ഒരു തീരുമാനം എടുക്കും. ഇവിടെ എംപററാണ് കാണിക്കുന്നത്. എംപറർ എന്ന് പറഞ്ഞാൽ വളരെ തലമുതിർന്ന ഒരാൾ, ചിലപ്പോൾ വേറൊരാൾ ഇതിനകത്ത് ഇൻവോൾവ് ആവേണ്ടി വരും. ഒരു ലീഡർഷിപ്പ്, ഇവിടെ എംപറസും ഉണ്ട് എംപററും ഉണ്ട്, മനസ്സിലായോ? അതുപോലെ തന്നെ ഒരു വളരെ ജനറസ് ആയ ഒരു എനർജിയാണിത്. ആ പേഴ്സൺ വെയിറ്റിങ്ങിലാണ്. ഇത് നിങ്ങളുടെ എനർജി ആവാനാണ് വഴി. നിങ്ങൾ തൽക്കാലത്തേക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ചാൻസ് ഇല്ല. ഇവിടെ ഒരു പ്ലെയർ എനർജി കാണിക്കുന്നുണ്ട്, വളരെ ഇമ്മച്യൂർഡ് ആയ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്കറിയാം ഇത് എങ്ങോട്ടും എത്താൻ പോകുന്നില്ലെന്ന്. പക്ഷേ കുറേ നാൾ കൂടി നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിൽക്കും കേട്ടോ. കാരണം നിങ്ങളാണ് റിലേഷൻഷിപ്പിൻ്റെ നെടും തൂണ്. അതല്ലെങ്കിൽ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇവിടെ എംപററും ഉണ്ട് എംപ്രസും ഉണ്ട്. അപ്പോൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. വളരെ പ്രശസ്തിയുള്ള ഒരു ഫാമിലിയാണ്. അങ്ങനെ അങ്ങോട്ട് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല, മനസ്സിലായി? അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് നാളും കൂടി റിലേഷൻഷിപ്പിൽ നിന്നേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഏറീസ് ഉണ്ട്, വെർഗോ, പൈസസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒന്നാമത്തെ റീഡിങ് കഴിഞ്ഞു. അവന്മാർ അവിടെ ചെന്നിട്ട് നല്ല പീക്ക് കൊടുക്കാനുള്ള ഒരു മൂഡുണ്ട് എനിക്ക്. പക്ഷേ എന്നാലും എന്താ പറയുക, ആ ഇംഗ്ലീഷ് പോയിറ്റ് പറഞ്ഞ പോലെ, അതാരായിരുന്നു, ബ്ലേക്കാണോ, ഓർമ്മയില്ല. എനിക്കിവിടെ നിന്ന് ഈ നേച്ചറിൻ്റെ എന്താ പറയുക ബ്യൂട്ടി ആസ്വദിക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. വേറെ പല കാര്യങ്ങളും എനിക്ക് ജീവിതത്തിൽ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറയില്ലേ, വില്യം ബ്ലേക്കാണോ, അതെനിക്ക് ഓർമ്മയില്ല. അതുപോലത്തെ സിറ്റുവേഷനിലാണ്. കാരണം എനിക്ക് അവിടെ ചെന്ന് അവന്മാരുടെ ഡീൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ആവും. അപ്പം അത് വേണ്ട. നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അവരവിടെ നോക്കുന്നുണ്ടായിക്കോട്ടെ. അവന്മാർ അവരുടെ കർമ്മം ചെയ്യുന്നു, ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റീഡിങ്ങിൽ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി. നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം ആദ്യം. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ വെച്ചാൽ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കാനിരിക്കുമല്ലോ, കൂട്ടപ്രാർത്ഥനയാണ്, ഫാമിലി എല്ലാം കൂടി ഇരുന്നിട്ടുള്ളത്. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആക്കാനായിട്ട് ചെകുത്താൻ വരുമെന്ന് പറയും. എന്നിട്ട് ചെകുത്താനിരുന്ന് നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ആകാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഉറക്കം വരുത്തും, നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം ഓർപ്പിക്കും, ആകെ ബഹളമാണ്. അപ്പോൾ അമ്മ പറയും, ഇങ്ങനെ 2 ചെകുത്താന്മാർ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നുണ്ട്, അവർ പറയുന്നത് കേൾക്കരുത്, ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന്. ഇപ്പോൾ അമ്മമാർ ചെകുത്താൻ്റെ രൂപത്തിൽ, പൂച്ചയുടെ രൂപത്തിൽ വന്നാണോന്ന് അറിയില്ല എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ. ഭഗവാനെ ശിവായ, 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 ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ
ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് നോക്കുന്നത്. ഓം നമഃ ശിവായ. 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 ഒരു കാർഡാണ് വീട്ടിൽ. നോക്കാം നമുക്ക് ഇനി കാർഡ്സ് വരുമെന്ന്. വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാർഡാണ് വന്നത്. ഒന്നാമത്തെ കാർഡ് ഡിവൈൻ വിസ്ഡം. ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് തോന്നലുകൾ ഉണ്ടാകുക, നമുക്ക് ഡ്രീംസ് വരിക, അതൊക്കെ ചിലപ്പോൾ നമുക്ക് ദൈവമായിട്ട് മെസ്സേജ് തരുന്നതായിരിക്കാം. ഒരു പ്രമോണിഷൻ, വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണിച്ചു തരിക, അതായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് എംബ്രേസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓപ്പൺ ടു ഡിവൈൻ. ഇതും ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ് ആണ്, ഇതും ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ് ആണ്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല എന്നാണ് യൂണിവേഴ്സ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. നമ്മളുടെ കൂടെ നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവരെ വില കുറച്ച് കാണാതെ അവരുടെ അഭിപ്രായങ്ങൾക്കും എല്ലാം വില കൊടുത്ത്, ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് വളരെ ഗുണം ചെയ്യും. അപ്പോൾ അവർ വിവരമില്ലാത്ത ആൾക്കാരാണ്, അതുകൊണ്ട് അവർ പറയുന്നൊന്നും കേൾക്കേണ്ട, മണ്ടത്തരേ പറയുള്ളൂ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് പറയുന്നത്. പിന്നെ രുദ്രമന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി രുദ്രമന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം 4 കാർഡ്സ് ആണ് ഇവിടെ വന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി 10 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. ഇത് ഒരു സിറ്റുവേഷൻ, ഒരു കൈവിട്ട പോലെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഒരു പ്രാരാബ്ധം കൂടുക, അല്ലെങ്കിൽ ഒരാൾ മറ്റേ ആൾക്ക് ഭാരമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ വയ്യായിക കൊണ്ടല്ല. നമ്മൾ താഴ്ന്നു കൊടുക്കുമ്പോൾ നമ്മളെ തലയിൽ കയറിയിട്ട് നമ്മളെ വട്ടുവാക്കുന്ന കുറേ ആളുകളുണ്ടാവും. മനസ്സിലായി? റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ ഒരാൾ വരിക, ഏത് നേരം കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല, നിങ്ങളെ എന്ത് ഡ്രസ്സാണ് ഇടുന്നത്, എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ഉപ്പില്ല എരിവില്ല, മനസ്സിലായി? ജോലിയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടും, ആകെ കൂടെ നമ്മളിങ്ങനെ ഇടിച്ച് താഴ്ത്തി നിൽക്കുന്ന ഒരു എനർജി. അപ്പോൾ ഇവിടെ എന്താ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഈ 10 ഓഫ് വാൻഡ്സ് നമ്മൾ അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ്, ഈ പ്രശ്നം ഇപ്പോഴും ആ സിറ്റുവേഷനിലുണ്ട്. ഇത് ഇപ്പോഴും ആ ആള് താങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ഇട്ട് കളയാൻ മടിയുള്ളതുകൊണ്ട്. പക്ഷെ റിവേഴ്സ് വരുമ്പോൾ ഈ സിറ്റുവേഷൻ ആള് കൈവിട്ടു. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരു ഡിവോഴ്സിൽ കൂടെ പോവുകയാണോ? അവിടെ അതാണ് ഒരു സിറ്റുവേഷൻ. ഇവിടെ 10 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അപ്പം വളരെയധികം ബേർഡൻസമായിട്ട് വന്ന ഒരു സിറ്റുവേഷന് അവർ കൈവിട്ട് കളഞ്ഞു. ഇനി എനിക്ക് വയ്യ, ഇത് മതിയായി എന്നൊരു ചിന്ത, ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണിത്. സ്ട്രോങ് സോഡിയാക് സൈൻ അല്ല വന്നേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഭവാനെ, ഓക്കെ, മജിഷ്യൻ റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ 3 ഓഫ് കപ്സും. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറേ മറച്ച് വെച്ചിട്ടാണ് റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയിരുന്നത്. അവസാനം ഇത് പിടിക്കപ്പെട്ടു, തേർഡ് പാർട്ടി. അപ്പോൾ ഒരാളുടെ മനസ്സിൽ എപ്പോഴും ഈ സംശയം ഉണ്ടായിരുന്നെങ്കിലും ആ പേഴ്സൺ അത് ഒരു പ്രൂഫ് കിട്ടാതിരുന്നത് കൊണ്ട് അത് കുറേ നാൾ പോയി. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, ആരോ ഒരാൾ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. പക്ഷെ അവസാനം ഇത് ഒരു തരത്തിലുള്ള ഇതൊരു എക്സ്ട്രീമിലേക്ക് പോയപ്പോൾ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ തീരുമാനമെടുത്തു, മതി, ഇനി മുമ്പോട്ട് പോകണ്ട എന്ന്. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ജെമിനായി സോഡിയാക് സൈൻ ആണത്. ഓക്കെ,
നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താ, റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്താണെന്നാണ് നോക്കുന്നത്. ഒരാൾ കൈ ഒഴിഞ്ഞു, ഈ ഒരു സിറ്റുവേഷൻ ഇനി എനിക്ക് എടുക്കാൻ പറ്റില്ല, ഇനി ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ജീവിക്കാൻ വയ്യ എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്താണ് നോക്കട്ടെ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ. കാർഡ് മറിഞ്ഞ പോലെ. നിങ്ങളുടെ സിറ്റുവേഷൻ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ തേർഡ് പാർട്ടിയെ കുറിച്ച് അറിഞ്ഞപ്പോഴും ആദ്യമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ ആരുടെ എനർജിയാണെന്ന് വെച്ചാൽ എടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഹാർട്ട് ബ്രേക്കിൽ നിന്ന് ഇപ്പോൾ റിക്കവർ ചെയ്ത് വരികയാണ് പയ്യെ പയ്യെ. ഓക്കെ, ഇത് നമുക്ക് ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെടുമ്പോൾ നമ്മൾ അത് ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും. പക്ഷേ അതിൽ നിന്നൊരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു തീരുമാനമെടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനമെടുത്തത് കൊണ്ടായിരിക്കാം ഈ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് പതുക്കെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇതിലൊരു വ്യത്യാസം വരണം ഈ സിറ്റുവേഷനിൽ. ചിലപ്പോൾ നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടാവില്ല. നിങ്ങൾ അത് പറഞ്ഞ ഒരു സ്റ്റാൻഡ് എടുത്തു, ഇനി എനിക്ക് ഇതിൽ കൂടെ പോകാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ഒരാൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറിയില്ലെങ്കിൽ ഇവിടെ ഒരു ഡിവോഴ്സ് നടക്കാൻ, ഇതൊരു ലീഗൽ സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, അത് പെട്ടെന്ന് പോകും എന്നൊരു അൾട്ടിമേറ്റം ആരോ ഒരാൾ കൊടുത്തിട്ടുണ്ട് മറ്റേ ആൾക്ക്. അതാണ് ഇവിടെ ലീബ്ര ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത്? എംപ്രസ്. ഓ മൈ ഗുഡ്നസ്, ഇത് ഹസ്ബൻഡ് വൈഫാണ്. എംപ്രസും എംപററും രണ്ടുപേരും ഒരേപോലത്തെ സ്വഭാവമുള്ള രണ്ടുപേരാണ്. വാശിക്കാരാണ്, വളരെ പവർഫുള്ളാണ്. ഇതൊരു പവർ കപ്പിൾ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെയുള്ളവരാണ്. ഏരീസ് ആണ്, ടോറസ്, ലിബ്ര. ഇവിടെ ലിബ്രയുണ്ട്. ലിബ്രയാണ് ഇവിടെ ഇന്നത്തെ റീഡിങ്ങിൽ ലിബ്രയാണെന്നാണ് കൂടുതൽ സ്റ്റാർ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ എംപ്രസ് വളരെ ഹാപ്പിയാണ് ഇവിടെ. എംപ്രസ് കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ ഉദ്ദേശം ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ ഈ പേഴ്സണെ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എംപററുടെ ക്യാരക്ടറൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല, പക്ഷേ എംപറർ ഉഴപ്പുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നമായിട്ടിരിക്കുന്നത്. കുറച്ചൊരു വയലൻ്റ് എനർജിയാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാം. നിങ്ങൾ വളരെ ആഗ്രഹിച്ച് മോഹിച്ച് വിവാഹം കഴിച്ചതാണ്. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട് ഈ സിറ്റുവേഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ ഒരു അൾട്ടിമേറ്റം കൊടുത്തേക്കണം. ഓക്കെ, ഇത് നിർത്തിയില്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോവില്ല, എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും എന്നൊരു സിറ്റുവേഷൻ ഇവിടെ ഉള്ളത്. കാരണം നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്. ടോറസ്, ലിബ്ര, ഏരീസ്. ഏരീസ് സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ്? അവർ ഭയങ്കര ഡിസെപ്റ്റീവാണ്. ഈ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഡിസെപ്റ്റീവാണ് എന്ന് വെച്ചിട്ട് കള്ളത്തരമുള്ള ആളാണ്. മറച്ചു വെച്ച് എല്ലാം ഒളിപ്പിച്ച് വെക്കുന്ന ഒരു എനർജിയാണ്. നേരെ കാണുമ്പോൾ വളരെ ആൾക്കാർക്ക് വളരെയധികം റെസ്പെക്റ്റ് തോന്നുന്ന ഒരു എനർജിയാണ്. പക്ഷേ വളരെയധികം മാനിപ്പുലേറ്റീവായ, വളരെയധികം കള്ളത്തരമുള്ള, മറ്റുള്ളവരെ ചതിക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അതുപോലെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഇഷ്ടം. എപ്പോഴും ഒറ്റയ്ക്ക് റൂമിൽ കയറിയിരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ കുറവാണ് നിങ്ങളുടെ പേഴ്സണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അതുപോലെ തന്നെ ഈ പേഴ്സൺ എല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്ത് ഇരിക്കുന്ന ഒരു എനർജിയാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവർക്ക് ആവശ്യമുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവർ ചിലപ്പോൾ വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും ഫ്രീഡം ഇവർക്ക് കിട്ടില്ലായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഇവരെ സ്പൈ ചെയ്യുകയൊന്നും ചെയ്യില്ലായിരുന്നു. അതുകൊണ്ടാണ്. അതുപോലെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് പറ്റുന്നുണ്ട്. മനസ്സിലായോ? ഇവർക്ക് സ്ട്രെസ് ഇല്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. ഇത് വെർഗോ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണ്? പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് നിന്ന് മാക്സിമം ഫ്രീഡം ഈ പേഴ്സണ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ഇതൊരു ഡിവോഴ്സ്, ഈ പേഴ്സൺ എന്ത് ചെയ്താലും ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പ് ആവാനുള്ള ഒരു സിറ്റുവേഷൻ വളരെ കുറവാണെന്ന് ഈ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഈ പേഴ്സൺ സ്ട്രെസ്ഫുൾ ആയിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും അത് വെറും ഒരു അഭിനയം മാത്രമാണ്.
ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ സ്ട്രെസ് ഇല്ല. ഈ സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഒന്നും ചെയ്യുന്നില്ല. തേർഡ് പാർട്ടിയായിട്ട് ഇപ്പോഴും കോൺടാക്റ്റിലാണെന്നാണ് കാണിക്കുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, വെർഗോ, അത്രയും ഇതാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണോട് നിങ്ങൾക്കുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, പതുക്കെ നോക്കാം മാറാനൊരു. അപ്പം മറ്റുള്ളവർ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളോട് ഡിസിഷൻ എടുക്കുക, ഡിവോഴ്സ് ചെയ്യുക, ആന ചേരാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇല്ല, നമുക്ക് പതുക്കെ ആലോചിക്കട്ടെ, സമയം കൊടുക്കണം ഓരോരുത്തർക്ക് സ്വഭാവം മാറാൻ എന്ന വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഹാർഡ് വർക്ക് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സണെ വിട്ട് കളയാൻ ബുദ്ധിമുട്ടാണ്. ഇതൊരു വളരെ നിങ്ങളൊരു അത്യാവശ്യമായിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ട സിറ്റുവേഷനാണ്. പക്ഷെ നിങ്ങൾ ഈ ഡിസിഷൻ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാക്സിമം ഡിലേ ചെയ്യണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ പേഴ്സണെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇവിടെ ഒരു എൻഡ് നിങ്ങൾ ഫോഴ്സ് ചെയ്താൽ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കുമെന്ന് നിങ്ങൾക്കൊരു പേടിയുണ്ട്. അപ്പോൾ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് കാരണം ഇത് റിലേഷൻഷിപ്പ് കുറച്ച് പഴക്കമുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും കുറച്ച് പ്രായമുള്ളവരായിരിക്കാം. അപ്പോൾ ഇനി ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് ഇത് ഇത്ര വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. ഈ പ്രായത്തിൽ ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചാൽ ഇനി നിങ്ങൾക്ക് വേറെ ഫ്യൂച്ചറില്ല. വേറൊരാളെ വിവാഹം കഴിക്കാം അങ്ങനെയുള്ള ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് 100 പ്രാവശ്യം ചിന്തിക്കുന്നത്. ഇവിടെ അക്വേറിയസ് ഉണ്ട്, അതുപോലെ തന്നെ സ്കോർപ്പിയോ ആണ് കാണിക്കുന്നത്. ഇവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഇവർക്ക് നിങ്ങളോടുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? ഇവർ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഈ പേഴ്സൺ ഒരു പ്ലെയർ എനർജിയാണ് ഈ പേഴ്സൺ. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ പേഴ്സൺ ഒരു എന്താ പറയുക, ഒരു റെസ്റ്റ് എടുക്കുന്ന പോലെ ആലോചനയിലാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഈ ഒരു ഈ പേഴ്സൻ്റെ ഈ ഫ്ലേർട്ടിങ് സ്വഭാവം ഇത് വിട്ട് കളയേണ്ടതാണോ എന്നൊരു ചിന്തയിലാണ്. മനസ്സിലായി? കാരണം ഇവിടെ നമ്മളൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഇപ്പോൾ ഡിവോഴ്സ് ഫയൽ ചെയ്താൽ ഒരു എക്സ്ട്രീമാണത്. അപ്പോൾ ഒരു പേടി ഉണ്ടാവും, ഓക്കെ ഇത് ഡിവോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ പണിയാവുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുമെന്ന് പേടിപ്പിക്കുന്നതാണ് എന്ന് ഈ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അപ്പോൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണോ തേർഡ് പാർട്ടിയെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്നും തീരുമാനിച്ചിട്ടില്ല. ഇഷ്ടംപോലെ പൈസയുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇൻഡിവിജ്വലി പൈസയുള്ള ആളുകളാണ്. അപ്പോൾ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കണോ നിങ്ങൾ ഉപേക്ഷിക്കണോ എന്നൊരു തീരുമാനം ഈ പേഴ്സൺ എടുത്തിട്ടില്ല. സ്നേഹം കാണിക്കുന്നില്ല ഇവിടെ, സ്നേഹമല്ല ഇത്. റിലേഷൻഷിപ്പ് ഒരു പഴകുമ്പോഴേക്കും അവിടെ സ്നേഹം മാറിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു മീൻസ് സ്നേഹം ഉണ്ടായിരിക്കും ഒരു ഇതിലായിട്ട്. പക്ഷെ ഇവിടെ സ്നേഹം കാണിക്കുന്നില്ല. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ രണ്ട് പാർട്ട്നേഴ്സ് ആവുമ്പോൾ ഒരു കുട്ടികളുടെ കാര്യങ്ങളിൽ മീൻസ് ഇൻവോൾവ് ആണ്. അങ്ങനെ ആ ഒരു ഇതിലാണ്. ഇവിടെ ലവിൻ്റെ കാര്യം കാണിക്കുന്നില്ല ഇവിടെ. അപ്പോൾ ഇവിടെ നിങ്ങളെ ചേർത്ത് നിർത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ നിർത്തുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. രണ്ടുപേർക്കും രണ്ടുപേരെയും ശരിക്കും അറിയാം, അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യണോ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യണോ? നിങ്ങളുടെ അടുത്താണ് കൂടുതൽ പൈസ, അപ്പോൾ മിക്കവാറും ഈ പേഴ്സൺ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യും, അതാണ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഈ സിറ്റുവേഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ ഒരു ക്ലാരിറ്റി വരാനുണ്ട്, മനസ്സിലായോ? പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇമോഷണലി ഡിസ്ട്രെസ്ഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക് എന്താണ് നടക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് രണ്ടുപേർക്കും ഒരു തീർച്ചയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കണം. ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവില്ല, മനസ്സിലായോ? ഇവിടെ ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ലവ് ഉണ്ട്, ലവ് കാണിക്കുന്നുണ്ട്. ഈ ലവ് ഒരാൾ മറ്റേയാളെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ പേഴ്സൺ എന്തായാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. അപ്പോൾ ഇവിടെ ഒരു അബാൻഡനിങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇമോഷണൽ സിറ്റുവേഷൻ ഉണ്ട്, ഇത് ഭയങ്കര പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും, ഭയങ്കരമായിട്ട് സങ്കടം വരും, വഴക്കുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഈ പേഴ്സണെ നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഐസൊലേഷനിലേക്ക് പോകേണ്ടി വരും. എന്നുവെച്ചാൽ ആരോടും അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എല്ലാവരിൽ നിന്നും വളരെ സീക്രട്ടീവായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. മേ ബി നിങ്ങൾക്കായിരിക്കും ഈ പേഴ്സണൽ സ്വഭാവം ശരിക്കും അറിയുന്നത്, മറ്റുള്ളവർക്ക് അത് അറിയില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ വിട്ടു പോകാൻ ഈ പേഴ്സൺ റെഡി ആവില്ല. അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. തേർഡ് പാർട്ടിയും ഈ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ തൽക്കാലം ഒരു ബ്രേക്കിലേക്ക് പോയാലും പിന്നെയും അത് തുടങ്ങും. മനസ്സിലായോ? കാരണം നിങ്ങളെ ഈ പേഴ്സൺ അറിയാം, നിങ്ങളും അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും അറിയാം ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടി ഉപേക്ഷിക്കില്ല എന്ന്. അപ്പോൾ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുമ്പോട്ട് പോകാനാണ് വഴി കേട്ടോ. വെർഗോ, അക്വേറിയസ്, സ്കോർപിയോ. സോഡിയാക് സൈൻസ് ഞാൻ പറഞ്ഞതാണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, വെർഗോ. വെർഗോ ഇവിടെ ഇല്ല. ഏരീസ്, ഏരീസ്, ടോറസ്, ലിബ്ര. രണ്ട് റീഡിങ്ങിൽ ലിബ്ര ഭയങ്കര ജെമിനായി സ്ട്രോങ് ആയിട്ട് കാണിച്ചു. അപ്പം നമുക്ക് ലാസ്റ്റ് റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ ഭഗവാനെ, ലാസ്റ്റ് റീഡിംഗ് ആണ്. ഓറക്കിൾ മെസ്സേജ് നമുക്ക് ആദ്യം നോക്കാം. ഈ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, പ്രശ്നങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, ഓക്കെ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ അത് പ്രശ്നത്തിനെ നോക്കുമ്പോൾ, പ്രശ്നത്തിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് നമുക്ക് മാറുന്നത്. നമ്മളത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ അത് അവിടെ അതിൻ്റെ സമയം കഴിയുമ്പോൾ തന്നെത്താനെ പോയിക്കോളും എന്നാണ് തോന്നാറ്. നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. അത് തന്നെ പൊക്കോളും. മൂന്നാമത്തെ കാർഡ് എടുത്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. തിരിഞ്ഞില്ല കാർഡ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇവിടെ രണ്ട് കാർഡാണ് തിരിഞ്ഞത്. ഒന്നാമത്തെ കാർഡ് മെഡിറ്റേഷൻ, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. ഈ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ്. എപ്പോഴും എടുത്തു ചാടി പെരുമാറുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യണം, ഇമോഷൻസിനെ കൺട്രോളിൽ വെക്കണം. അതിനു വേണ്ടിയാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? സ്നേഹമില്ലായ്മ, ഏസ് ഓഫ് കപ്സ്. ഇത് റിജക്റ്റ് ചെയ്ത്, സ്നേഹം ഒരാൾ ഓഫർ ചെയ്തത് റിജക്റ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ സ്നേഹമില്ലാതായ പോലെ. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണത്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ക്ലാരിഫൈ ചെയ്യാം. ഏസ് ഓഫ് കപ്സ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 7 ഓഫ് വാൻഡ്സ് റിവേഴ്സും വീൽ ഓഫ് ഫോർച്യൂണും റിവേഴ്സ്. ഇത് രണ്ടും റിവേഴ്സും. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. ഇവിടെ ഒരു ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ ഒരാൾ ചിലപ്പോൾ മറ്റേ ആളെ അവരുടെ ഈ റിലേഷൻഷിപ്പിൽ വ്യത്യാസങ്ങൾ വരുത്താൻ നോക്കുന്നുണ്ടാവാം. എന്താ പറയുക, ഒരാൾ ഒരു 25-26 വയസ്സ് വരെ ഒരു തരത്തിൽ ജീവിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അയാളുടെ ലൈഫിലേക്ക് ഒരു വൈഫോ ഒരു ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർ ഈ പേഴ്സണെ മാറ്റാൻ നോക്കുന്നു. അവർക്ക് ഈ പേഴ്സണിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ അവർ ഈ പേഴ്സണെ പറഞ്ഞ്, ഓക്കെ ഈ സ്വഭാവം ശരിയല്ല, ഇത് മാറ്റണം, അത് മാറ്റണം, ഇത് മാറ്റണം എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാവരെയും മാറ്റി ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആക്കി എടുക്കാമെന്ന് ശാഠ്യമുള്ള ഒരു എനർജി ഉള്ള പോലെ, അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന വേറൊരു എനർജി ഇവിടെ ഉള്ള പോലെ.
അങ്ങനെ തുടക്കത്തിൽ വളരെ സ്നേഹമുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ഒരാളുടെ സ്വഭാവം കൊണ്ട്, ഒരാളുടെ ശാഠ്യം കൊണ്ട് പതുക്കെ അത് ഇല്ലാതാവുന്നതാണ് കാണുന്നത് ഇവിടെ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അടുത്ത ചോദ്യം, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ഇത് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ് ആ കാർഡ്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭവാനി. സൺ കാർഡും ഹാപ്പിനെസ്, ഹാർഡ് വർക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാപ്പിനെസ് ഉണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ ഒരാൾ പ്രത്യക്ഷത്തിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നവരെയും അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ട്, വളരെ സട്ടിൽ ആയിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പോകുന്നവരെയും നമുക്ക് മീൻസ് പ്രത്യക്ഷത്തിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പോകുന്ന ആളെ നമുക്ക് മനസ്സിലാവും അല്ലേ. പക്ഷെ വളരെ സട്ടിലായിട്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ, എൻ്റെ തോന്നലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു എനർജി. അപ്പോൾ നിങ്ങളെ ഒരാളെ മാറ്റിയെടുക്കും എന്ന ഒരു വാശിയുള്ള ഒരു എനർജിയാണ്. ഇപ്പം നടന്നില്ലെങ്കിൽ അത് പയ്യെ ഞാൻ എന്തായാലും ഒരാളുടെ സ്വഭാവം മാറ്റിയെടുക്കും എന്ന വാശിയുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ലിയോ ഉണ്ട് സ്ട്രോങ് ആയിട്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് വളരെ കാൽക്കുലേറ്റീവായ ഒരു എനർജിയാണ്. ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല ആരെയും, പക്ഷെ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറയുന്ന ഒരു എനർജി. അത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ അല്ലേ. ഓക്കെ, അത് മറ്റവർക്ക് മനസ്സിലാവില്ല. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവിടെ വളരെ എക്സ്ട്രീമായിട്ട് ഒരാളെ ജീവിക്കാൻ, ശ്വാസം എടുക്കാൻ അനുവദിക്കാത്ത ഒരു എനർജി ഉള്ള പോലെ വളരെ സീക്രട്ടീവായിട്ടാണ് ഈ പ്ലാനിങ് എല്ലാം. വളരെ സീക്രട്ടീവായിട്ടാണ് നിങ്ങളെ കൺട്രോൾ, അല്ലെങ്കിൽ ഒരാളെ കൺട്രോൾ ചെയ്യാൻ മറ്റേയാൾ ട്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ 4 ഓഫ് സ്വോർഡ്. അപ്പോൾ ഒരാൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ഓഫ് കപ്സ്, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് നിങ്ങളുടെ. അതുകൊണ്ട് മാത്രമാണ് മറ്റേ ആൾ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അപ്പോൾ അത് നശിപ്പിച്ച് കളയാൻ നോക്കരുത്. അതാണ് ഒരാൾ ട്രൈ ചെയ്യുന്നത് മാക്സിമം. അത് എന്താ പറയുക, ചില ആൾക്കാർ നമ്മളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യും, നമ്മളെ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ച്. പക്ഷേ ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ തന്നെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കണേ എല്ലാ സമയവും. അപ്പോൾ നമ്മൾക്കൊരു ചിന്ത, ഓക്കെ നമുക്ക് അവരുടെ തലയിൽ കയറിയിരിക്കാം, അവരെന്നാലും അതും കൺട്രോൾ, അവരതും സഹിച്ചോളും എന്നൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുക. ഒരാളെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്, മനസ്സിലായി. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളും ഇൻഡിവിജ്വാലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു പരിധി വരെ അവരുടെ ഒരു ബേസിക് ക്യാരക്ടർ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക മാക്സിമം എന്നൊരു ചിന്തയുള്ളവരാണെങ്കിൽ ആദ്യം ഒന്നും പ്രശ്നമുണ്ട്. പക്ഷെ അവസാനം അവർക്കും സർവൈവ് ചെയ്യണമല്ലോ, അപ്പോൾ അവർ ഇട്ടിട്ട് പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ട്. ഈ പേഴ്സൺ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരാൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നത് മറ്റേയാൾ അതിനനുസരിച്ച് അയാളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അത്രയും. അപ്പോൾ സാജിറ്റേറിയസ്, ലിയോ, ക്യാൻസർ 3 സോഡിയക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ് റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം? ഇങ്ങോട്ട് എടുക്കാല്ലേ, വന്നാലേ. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു ഡള്ളായിട്ട് തോന്നുന്നുണ്ട്. ചിലർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വേണം റിലേഷൻഷിപ്പിൽ. അപ്പോൾ ചിലർ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നവരായിരിക്കും. അവർ റെസ്പോണ്ട് ചെയ്യുന്നതും അവർ ബിഹേവ് ചെയ്യുന്നതും എല്ലാം വളരെ സ്ലോ ആയിരിക്കും. കാരണം അവർ പറയുന്ന ഒരു വാക്കിനും വിലയുള്ളത് കൊണ്ടാണ് അവർ സ്ലോ ആയിട്ട് പ്രതികരിക്കുന്നത്. ചിലർ അതല്ല, ചോദ്യം വരുന്നതിന് മുമ്പേ എനിക്ക് ഉത്തരം അറിയാമെന്ന് പറഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നവരാണ് ചിലർ. അപ്പോൾ അങ്ങനത്തെ, അപ്പം മറ്റേ ആൾക്ക്, ഒരാൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്ക് റിലേഷൻഷിപ്പ് ബോറടിക്കും. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളൊരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ മാറ്റാൻ നോക്കുന്നത്, മനസ്സിലാണ്ടോ?
നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഇപ്പോൾ ചിലർ വിവാഹം കഴിച്ച റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഗേൾ ഫ്രണ്ടിന് ഈ ക്വാളിറ്റീസ് ഇല്ല, ഈ ക്വാളിറ്റീസ് എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും ഈ ക്വാളിറ്റി ഉള്ളവരുണ്ടോ എന്ന് പുറത്തേക്ക് അന്വേഷിക്കുന്ന ആൺപിള്ളേരും പെൺപിള്ളേരും ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. പക്ഷേ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സണലിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റീസും കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് നല്ലൊരു ഇതാണ്, തേർഡ് പാർട്ടിയിലേക്ക് പോകാത്തത്. പക്ഷേ അതൊരു തലവേദനയായിട്ട് മാറരുത്. കുറേയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണം. ആ പേഴ്സൺ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൺ കാർഡ് അത് ലിയോ ആണ്, പിന്നെ പൈസസ് സോഡിയാക് സൈൻ ആണ് ഉള്ളത്. അപ്പോൾ പൈസസ് സോഡിയാക് സൈൻ വളരെ സാധുവായിട്ട് അഭിനയിക്കുന്ന, എല്ലാവരും അഭിനയിക്കുക എന്ന് എനിക്ക് തോന്നാറ്. നാച്ചുറലായിട്ട് സാധുവായിട്ടുള്ള ആൾക്കാർ കുറവാണ്, ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും സർവൈവലിൻ്റെ ഒരു ഇതായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് സാധുവായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ വളരെ സാധുവായിരുന്ന ഒരു എനർജിയെ വളരെ ക്രൂരയായ ഒരു എനർജിയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പക്ഷേ ആ പേഴ്സണെ വളരെ എനർജറ്റിക് ആയിട്ട് ഒരു കിങ് ഓഫ് വോൺസ് ആക്കി മാറ്റാനാണ് നോക്കുന്നത്. അതാണ് നിങ്ങളുടെ ഐഡിയൽ ഒരു പേഴ്സൺ. അപ്പോൾ ഈ വളരെ സിമ്പിളായ ഒരു ഒരാളുടെ അയാളെ വളരെ സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് നിങ്ങൾ നോക്കുന്നത്. പക്ഷെ അത് ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. ഈ പേഴ്സണ് ഭയങ്കര സ്ട്രെസ്സാണ്. ഈ പേഴ്സൺ ശരിക്കും നിങ്ങൾ പൈസ കൊടുക്കുക, ഇപ്പോൾ പേഴ്സണ് ട്രെയിനിങ് സ്കിൽ ഡെവലപ്മെൻറ്റിന് വിടുക, ഈ പേഴ്സൺ ഒരു നല്ല പൊസിഷനിൽ എത്തിക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ആ പേഴ്സണും കൂടെ അത് വേണമെന്ന് നിങ്ങൾ അന്വേഷിക്കണ്ടേ. അല്ലാതെ നിങ്ങൾക്ക് അത് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ കൂടിയെന്നാൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഈ പേഴ്സണെ കൊണ്ട് ചെയ്യിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. എന്തായാലും ഇവിടെ ലിയോ പൈസസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ പേഴ്സണെ ഇപ്പോൾ ഉള്ള ആൾ എന്താണോ ആ പേഴ്സണ് അതിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോയി ഒരു വലിയ നിലയിൽ ആക്കണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്? ഈ പേഴ്സണ് കുറേ പൈസ ഉണ്ടാക്കണം എന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ എന്താ പറയുക, ഈ പേഴ്സൺ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങൾ വളരെയധികം പൈസയുള്ള ഒരു ഫാമിലിയിലാണ് ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടുള്ളത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. നിങ്ങളുടെ പൈസ ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുമെന്നുള്ളൊരു ഉദ്ദേശം. ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനൊന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ സ്വഭാവം കൊണ്ട് ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ ഈ പേഴ്സൺ ഒരു പ്ലെയർ എനർജിയാണ്. അത് സൂക്ഷിക്കുക. നിങ്ങൾ ഫോഴ്സ് ചെയ്യുമ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടി സൈഡിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കാണ് ഈ പേഴ്സൺ. നിങ്ങൾ ഈ പേഴ്സണ് ഭയങ്കര ഹാർട്ട് ബ്രേക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇവിടെ വെർഗോ പൈസസ് സ്കോർപിയോ ആണുള്ളത്. അപ്പം നിങ്ങളോട് സ്വരമിച്ചാണ് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണമുണ്ട്. അപ്പോൾ ഇത് അധികം ലാസ്റ്റ് ചെയ്യില്ല റിലേഷൻഷിപ്പ്. അവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾ എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ഈ പേഴ്സണായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾ ഈ പേഴ്സൺ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആക്കി മാറ്റണം. സ്ത്രീ ആയാലും പുരുഷനായാലും. ചില ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലും അപ്പോൾ ഭാര്യമാരെ ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് പഠിപ്പിച്ച് ജോലി നേടിയെടുപ്പിക്കാൻ നോക്കുന്ന ആണുങ്ങളുണ്ട്. ചില ഭാര്യമാർക്ക് ഹൗസ് വൈഫായിട്ടിരിക്കാനായിരിക്കും ഇഷ്ടം. ചില ആണുങ്ങൾക്കും ഹസ്ബൻഡായിട്ടിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഭാര്യമാരോ ഭർത്താക്കന്മാരോ അവരെ ഫോഴ്സ് ചെയ്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രൊഫഷനിൽ കൊണ്ടുവരാൻ നോക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഫാമിലിയുടെ. കാരണം ഒരാൾ ഏൺ ചെയ്യുന്നതിലും കൂടുതൽ 2 പേര് ഏൺ ചെയ്താൽ പൈസ വരും. അപ്പോൾ ആ വരുമാനം നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ പേഴ്സണോടുള്ള ഫീലിങ്സ്, ആ പേഴ്സണിൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഈ പേഴ്സണെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഫെയിം വേണം, നിങ്ങൾക്ക് പണം വേണം, നല്ല ഫാമിലി വേണം, കുട്ടികൾ വേണം, വണ്ടി വേണം, വീട് വേണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ഇത്. അപ്പോൾ ഈ പേഴ്സണ് അതൊക്കെ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് നിങ്ങളുടെ വിശ്വാസം. അത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കണം. ഈ പേഴ്സണ് ശ്വാസം എടുക്കാനുള്ള സമയം നിങ്ങൾ കൊടുക്കുന്നില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. പക്ഷേ ഇത് പെട്ടെന്ന് നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് പെട്ടെന്ന് ഇത് നേടിയെടുക്കണമെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് വളരെയധികം നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളുടെ കംപ്ലീറ്റ് കൺട്രോളിൽ ഈ പേഴ്സണ് ഒരു ഉയർന്ന പദവിയിലേക്ക് എത്തിക്കണമെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് പേഴ്സണെ പുഷ് ചെയ്യുന്നുണ്ട്. അതൊരു പണിയായിട്ട് വരാൻ വഴിയുണ്ട്.
അപ്പോൾ ഇവിടെ ലിയോ ആണ് സോഡിയാക് സൈൻ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിക്കും. ഈ പേഴ്സണ് കഴിവില്ല, അല്ലെങ്കിൽ ആ ഒരു കഴിവില്ല എന്ന് ഞാൻ പറഞ്ഞത് ശരിയാവില്ല. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ഇപ്പോൾ പൈസയുടെ പുറകെ ഓടുന്നത് ഒരാളുടെ കഴിവാണ്, മറ്റേ ആൾക്ക് ആ കഴിവ് ഉണ്ടാവണമെന്നില്ല. കാരണം അയാൾക്കത് ആവശ്യമില്ല, ആഗ്രഹമില്ല അങ്ങനെ. പക്ഷെ നിങ്ങൾക്ക് അതൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് മറ്റേ ഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത് നിങ്ങൾ. അത് പണിയാവാൻ വഴിയുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ ഓഫറൊന്നും തരാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക്. ഈ പേഴ്സൺ ടീം വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, സ്വരുമയോട് പോകുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പേഴ്സൺ ഒരു ജോലിയിലാണെങ്കിൽ ആ പേഴ്സൺ ഉയർന്ന പദവിയിൽ CMD ആവണം, അല്ലെങ്കിൽ CEO ആവണം കമ്പനിയുടെ. അങ്ങനെ ആ ഒരു പൊസിഷനിൽ എത്തിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ മറ്റുള്ളവരിൽ നിന്ന് ഉയർന്നു പോകണമെന്നോ അവരെ റൂൾ ചെയ്യണമെന്നോ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് അങ്ങനെ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള മനസ്സില്ല. ഒരു അംബീഷ്യസ് ആയിട്ടുള്ള എനിക്ക് അങ്ങനെ എത്തണം, CEO ആവണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഹൈ പൊസിഷനിൽ എത്തണം എന്ന ആഗ്രഹം ഈ പേഴ്സൺ ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ പേഴ്സൺ നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അത് തലവേദനയായിട്ട് മാറുന്നുണ്ട്. ഈ പേഴ്സൻ്റെ മനസ്സിൽ പതുക്കെ പതുക്കെ നിങ്ങളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അതല്ല ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സൺ സമാധാനപരമായ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അതിനടുത്ത് പൈസ കിട്ടുന്നു, ടെൻഷൻ അടിക്കാനോ സ്ട്രെസ് എടുക്കാനോ ഒന്നും എന്നെ കൊണ്ട് വയ്യ എന്നൊരു മൈൻഡുള്ള ഒരാളാണ്. സ്കോർപിയോ സോഡിയാക് സൈൻ ആണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ പുഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോട് ഈ പേഴ്സൺ വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഈ പേഴ്സൺ എതിർത്ത് പറയാത്തത് കൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈ പേഴ്സൺ വേറൊരു കണക്ഷൻ വരുന്നുണ്ടോ, ഓഫീസിലൊരു കൊളീഗായിട്ട് ഈ പേഴ്സണ് വേറൊരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് വരുന്നുണ്ടോ എന്ന് അറിയില്ല. തേർഡ് പാർട്ടി ഒരു സിംഗിൾ എനർജി ആയിട്ടാണ് കാണുന്നത്. വളരെ മെച്യൂർഡ് ആയ ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരു ഡിവോഴ്സി ആവാം, മനസ്സിലായി? അങ്ങനത്തെ ഒരു സിംഗിൾ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. അപ്പോൾ ഇതെങ്ങോട്ടാണ് നിങ്ങളുടെ ഈ സിറ്റുവേഷൻ പോകുന്നത് നമുക്കത് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് ഒരു വെല്ലുവിളിയാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക്, മനസ്സിലായി? ഇത് ഓവർ കമ്മിറ്റഡ് ആണ് ഈ പേഴ്സൺ. നിങ്ങൾ രണ്ടുപേരും ഓവർ കമ്മിറ്റഡ് ആണ്. ഇതൊരു ജഡ്ജ്മെൻറ്റിലേക്കാണ് പോകുന്നത്, എന്ന് വെച്ചാൽ ഒരു തിരിച്ചറിവിലേക്കാണ് പോകുന്നത്. പക്ഷെ അത് അപ്പോഴേക്കും വൈകി പോകും, അതാണ് ഒരു പ്രശ്നം. ഡിലേസ് ഉണ്ടാവുന്നുണ്ട്, മൈൻഡ് ഗെയിംസ് കണ്ടുപിടിക്കപ്പെടും. എല്ലാ കാർഡും റിവേഴ്സ് ആണോ നോക്കിയതാണ്. ജഡ്ജ്മെൻറ്റ് സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. ഓക്കെ, ഇത് കുറേ കഴിയുമ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും ഇത് നടക്കാത്ത കാര്യമാണെന്ന് കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരും കുറച്ചും കൂടെ കഴിയുമ്പോൾ. അപ്പോഴേക്കും നിങ്ങൾ തേർഡ് പാർട്ടി കണക്ഷനും എല്ലാം കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പോഴാണ് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുമോ? ഒരു ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, തിരിച്ചറിവല്ലാതെ. അത് നടക്കില്ല എന്നൊരു കാര്യം അറിയുമ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷനോട് പൊരുത്തപ്പെട്ട് പോകാൻ നോക്കും. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കാനൊന്നും നിങ്ങൾ ആഗ്രഹിക്കില്ല കേട്ടോ. പക്ഷേ വേറെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ തിരിച്ചറിവ് നിങ്ങൾക്ക് വരും, അതാണ്. പക്ഷെ അത് ഈ പേഴ്സണിൻ്റെ ജോലി സംബന്ധിച്ചുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ റീഡിങ്. സ്കോർപിയോ സ്ട്രോങ് ആണ് ഇവിടെ. ലിയോ ഉണ്ട്, പിന്നെയും സ്കോർപിയോ വരുന്നുണ്ട്. വെർഗോ പൈസീസ്, ലിയോ, പൈസീസ്, സാജിറ്റേറിയസ്, ക്യാൻസർ, ലിയോ, പിന്നെയും ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ വന്നത്. ഇതോടുകൂടി ഇന്നത്തെ റീഡിങ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഭഗവാൻ നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും തന്നനുഗ്രഹിക്കാനിടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.